ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കൗൾ നെക്ക് എങ്ങനെയാണ്. കൗൾ നെക്ക് സാധാരണ വെസ്റ്റേൺ ഡ്രസ്സുകളിലാണ് കാണുന്നത്, വെസ്റ്റേൺ ടോപ്സിനും ഫ്രോക്സിനും ഒക്കെയാണ്. ഇന്നിപ്പോൾ ഞാനത് ചുരിദാറിൽ എങ്ങനെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാർ കൗൾ നെക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാനൊരു ഷോൾ ഇട്ടിരിക്കുകയാണെന്ന്, പക്ഷെ ഷോളല്ല, ഇത് ചുരിദാർ തന്നെയാണ്. ചുരിദാറിന്റെ ഫ്രണ്ട് പാർട്ടാണ് ഈ കാണുന്നത്. ഇങ്ങനെ കണ്ടോ? ഇനി ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ചുരിദാർ എങ്ങനെയാണെന്നല്ല, ഈ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൗൾ നെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഇപ്പോൾ കോട്ടൺ, നല്ല സ്റ്റിഫായിട്ടുള്ള കോട്ടൺ ഒക്കെ ആണെങ്കിൽ ആ കഴുത്ത് അത്ര ശരിയായി വരില്ല. പിന്നെ പ്രിൻറ്റഡ് സാറ്റിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുത്ത് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പ്രിൻറ്റഡ് സാറ്റിൻ അല്ല, ഒരു കോട്ടൺ മിക്സ് തന്നെയാണ്, പക്ഷേ നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനിങ് ഇടണ്ടാത്ത മെറ്റീരിയൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. കാരണം ലൈനിങ് ഇട്ടാൽ കഴുത്ത് ശരിയാവില്ല. ഞാനിപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2.25 മീറ്ററാണ് എടുത്തേക്കുന്നത്. 2.25 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ സാധാരണ ചുരിദാർ തയ്ക്കാൻ 2.5 ആണെങ്കിൽ ഇത് എടുക്കാൻ കാരണം ഇത് വിഡ്ത്ത് കൂടുതലുള്ള മെറ്റീരിയലാണ്. 58 ഇഞ്ച് വിഡ്ത്തുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് 2.25 മീറ്റർ മതി ഇതിന്. വിത്ത് കുറഞ്ഞതാകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് നോക്കണം, അതിനനുസരിച്ച് എടുക്കേണ്ടി വരും. ഇപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ നെക്കൊക്കെ റെഡിയാക്കണം. അത് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബാക്ക് പാർട്ടിലെ നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ 2 ഇഞ്ചാണ് എടുത്തേക്കുന്നത്, വിഡ്ത്ത് 3.5 ഇഞ്ചും. അതിൽ കൂടുതലായാൽ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനിയാണ് നമ്മളത് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള മെറ്റീരിയലാണ് ഈ വെച്ചിരിക്കുന്നത്. അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പേപ്പറിൽ എൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ ഡിസൈൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്ന തുണിയിൽ നിന്ന് ഏറ്റവും ടോപ്പ് പാർട്ടിൽ നിന്ന് നമ്മളൊരു 13 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അത് എഡ്ജ് സൈഡിലും മാർക്ക് ചെയ്യുക. ഈ എഡ്ജ് സൈഡിൽ മാർക്ക് ചെയ്യുന്ന 30 ഇഞ്ചിലാണ് നമ്മൾ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ, ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ ഷോൾഡർ പാർട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ആമോൾ മുഴുവനായിട്ട് ആ തുണിയിൽ കിട്ടണം. അങ്ങനെ സ്ലാൻഡിങ് ആയി വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക ആമോൾ. അതിനുശേഷം നമ്മൾ ബോഡി പാർട്ടാണ് ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആ ആമോളിൻ്റെ അടിവശത്തു നിന്ന് തന്നെ പേപ്പർ പിടിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ സ്ലാൻഡിങ് ആയി വെച്ചിരുന്ന പേപ്പർ നേരെ സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവന്ന് ബോഡി ഷേപ്പ് മാർക്ക് ചെയ്യുക. ആമോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണിയുടെ ഏറ്റവും എഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് രണ്ട് സൈഡിലേക്കും എടുത്തിട്ട് ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള വര വരച്ച് നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഇനി നമ്മൾ ഈ ബാക്ക് പാർട്ടാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ ആ അളവിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ അളവ് കൊണ്ടുവരണം. അതിന് നമ്മൾ മുകളിൽ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതും ആമോൾ കട്ട് ചെയ്യുന്നതും കൂടി വരുന്ന പാർട്ടാണ് നമ്മൾ ഷോൾഡറായിട്ട് വരുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫോൾഡിങ് മോഡലിൽ കിട്ടുക. ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള കട്ട് ചെയ്ത ഭാഗത്തു നിന്നാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ സ്ലാൻഡിങ് ആയ പാർട്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ തുണിയുടെ എഡ്ജ് തേര് ഭാഗം ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളത് ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് കഴുത്തൊക്കെ റെഡിയാക്കി വെച്ച ബാക്ക് പാർട്ടാണ്. ഈ ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ മോൾ ഭാഗം ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഉരുട്ടിയ ആ പോർഷൻ
വയ്ക്കാൻ പോകുന്നത്. ആ പോർഷൻ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ എഡ്ജ് വശം ചെറുതായിട്ടൊന്ന് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു. ആ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ഇവിടുന്ന് ഒന്ന് മടക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ എഡ്ജും ഒന്ന് മടക്കുക. അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഫസ്റ്റ് ജോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇതിവിടെ ആ പാർട്ടിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പുറത്തും. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലേറ്റ് ഉള്ളിലേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗമാണ് ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വെക്കുന്നത്, ഈ ഷോൾഡർ വെക്കുന്നത് ഈ ഡെപ്ത് നോക്കണം. ഫ്രണ്ടിൻ്റെ നമുക്ക് ഫ്രണ്ട് കഴുത്ത് എത്ര ഡെപ്തിൽ വേണം എന്ന് നോക്കിയിട്ട് വേണം ഇത് കയറ്റിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് നോർമലി ഒരു 7 ഇഞ്ച് മതി. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് ഇത്തിരി കയറ്റി വെക്കണം, ഫസ്റ്റ് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് 6 ഇഞ്ചിലേക്ക് 7 ഇഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ 7 ഇഞ്ചിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്തത് പ്ലീറ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫോൾഡിങ് എടുത്തത് ഞാൻ ഒന്നുകൂടി ഒന്ന് സ്പീഡിൽ നിങ്ങളെ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് എടുത്തതെന്ന്. ആദ്യം ഫസ്റ്റ് ഫോൾഡിങ് സ്ലാൻഡിങ് പോർഷനിൽ നിന്ന് എടുത്തു. എന്നിട്ട് ആമോൾ വരെയുള്ള ആ പോർഷൻ ഫോൾഡ് ചെയ്ത് ഷോൾഡറിൻ്റെ ബാക്ക് പീസ് വെച്ച് നമ്മൾ അത് കറക്റ്റ് ചെയ്യുക. ബാക്ക് പീസിൻ്റെ ഷോൾഡർ എത്രയുണ്ടോ അത്രയും വിഡ്ത്തിലേക്ക് നമ്മൾ ആ ഫോൾഡിങ് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് വരിക. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ ബാക്ക് പാർട്ടുമായിട്ട് എടുത്തു വെച്ച് ഷോൾഡർ ഒരേപോലെ അല്ലേ എന്നൊന്നുകൂടി കറക്റ്റ് ചെയ്ത് നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. അതുപോലെ തന്നെ ആമോള് ബാക്കിൻ്റെ ആമോളും ഫ്രണ്ടിൻ്റെ ആമോളും ഒരുപോലെ വന്നിട്ട് വേണം നമ്മൾ ഷോൾഡറിൻ്റെ എക്സ്ട്രാ പോർഷൻ ഉള്ളത് കട്ട് ചെയ്ത് കളയാൻ. അപ്പോൾ ഷോൾഡർ വിഡ്ത്ത് 2ൻ്റെ ഈക്വലായിട്ട് വരണം. അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഷേപ്പിൻ്റെ പോർഷനും ബാക്ക് പാർട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് പാർട്ട് ഇത്തിരി സൈഡിൽ തള്ളി നിൽക്കുന്നത് അത് ആ ഫോൾഡിങ് ആണ് കാണുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ ഷേപ്പിൻ്റെ വശത്തുള്ളത് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ കളഞ്ഞില്ലായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഷോൾഡർ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഒരുപോലെയാണോന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഷോൾഡർ വിഡ്ത്ത് കറക്റ്റായിരിക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു ചുരിദാർ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് ബോഡി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കൗൾ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിരുന്നു. ഞങ്ങൾ ഫ്രണ്ട് പാർട്ടിൽ ഈ ലെയേഴ്സ് ഇടാനായിട്ട് ഒരു 13 ഇഞ്ച് മെഷർമെൻ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഇത്രയും ലെയേഴ്സ് നിങ്ങൾക്ക് ആവശ്യമില്ല, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ആ 13 ഇഞ്ച് എന്നുള്ളത് ഒരു 11 ഇഞ്ച് 10 ഇഞ്ചിലേക്ക് കുറച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ലെയേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു കിട്ടും, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.